ഇയോണ് 2015 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് പ്ലസ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വരുന്നത്. ഇത് നമുക്ക് 1.85 നെറ്റ് കൊടുക്കാം. 1.85 നെറ്റ് ആക്കി കൊടുക്കാം അല്ലേ? ഓക്കെ. എത്ര? 2013 i20. 2013 i20 മാഗ്നയാണ് കേട്ടോ. ഡീസൽ ആണ് വരുന്നത്. 10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ശരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 3.10. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. അപ്പൊ ചങ്ങായിമാരെ, നിങ്ങൾക്ക് ചെറിയ പൈസക്ക് ഒരു കാർ വേണോ? നമ്മൾ അസൻകാർ അടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അല്ലമീൻ യൂസർ കാറിലേക്ക്. നമ്മളെ പാർട്ട് 2 ആണ് വരുന്നത്. ഒരുപാട് കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് കാറുകൾ, ചെറുവണ്ടികൾ മാക്സിമം ലോണിൽ കൊടുക്കാൻ പറ്റുന്ന, മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിപ്പോ ഫസ്റ്റ് പാർട്ട് പറഞ്ഞ മാതിരി തന്നെ 2009 ഒരു ആൾട്ടോ വെറും 90,000 രൂപയ്ക്കല്ലേ? ഇനി ഇതിനെന്താ കുറച്ച് കൊടുക്കോ? 95 90 നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കാം. അതേപോലെ തന്നെ ആൾട്ടോ 800 ഒക്കെ വരുന്നുണ്ട്. ഇതേതാ മോഡൽ വരുന്നത്? 2016 സിംഗിൾ ഓണർ. 2016 സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കുക? 2.10 2.5 കൊടുക്കുക. 2.5 കൊടുക്കുക. 2.10 2.5 കൊടുക്കുക. അതേപോലെ തന്നെ 2013 ഒരു ഇയോണ് വരുന്നത്. 2013 ഇയോണ്. ഇതെത്ര? 1.60 കൊടുക്കുക. 1.60 കൊടുക്കുക. 2013 ഇയോണ് 1.60 ആട്ടോ വരുന്നത്. അതേമാതിരി 2018 ഇയോണ് 2.5 ലക്ഷം രൂപയ്ക്ക്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ചെറിയ ചെറിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പാർട്ട് 1 കഴിഞ്ഞ് നമ്മൾ പാർട്ട് 2ലേക്ക് പോവാണ്. എവിടുന്ന് കാർ എടുക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, എവിടുന്ന് കാർ എടുക്കുകയാണെങ്കിലും വണ്ടി മാക്സിമം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്കുള്ള വണ്ടിയാണ് അല്ലേ, എവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ടും വണ്ടി എടുക്കാം. ചെക്ക് ചെയ്യാൻ എന്ത് സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ എന്തായാലും ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടുന്ന് മാത്രമല്ല, ഏത് ഷോപ്പ് പോവാണെങ്കിലും വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വണ്ടി എടുക്കല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ പാർട്ട് 2ലേക്ക് പോവാണ്. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ നേരെ പോവല്ലേ അസൻക? നമുക്ക് അവിടുന്ന് അറ്റത്ത് നാട് തുടങ്ങാം. നമുക്ക് തുടങ്ങല്ലേ? ഫസ്റ്റ് തന്നെ ഹോണ്ടയുടെ ഏതാണ് മോഡൽ? ഹോണ്ട അമേസ് 18 VX ആണ്. ഏറ്റവും ഫുൾ ലോഡ് VX ആണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് അടക്കം വരും. ഓക്കെ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1.8 ഓടി കമ്പനി സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കത് 7.5 കൊടുക്കാം. ലോൺ എത്ര? മാക്സിമം ലോണാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം ചെറിയൊരു പൈസക്ക് ഒരു കാറ് സ്വന്തമാക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പക്ഷെ നിങ്ങളെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അത്രക്കും നല്ലത് കേട്ടോ അല്ല അസൻക? ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതാണ് 2019 വിലയാണോ? 2019 വിലയാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ആൽഫ ഓപ്ഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ 70,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കൊരു 7.40 കൊടുക്കാം. 7.40 കൊടുക്കാം. എത്ര ലോൺ കയറും? ഏകദേശം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 2014 എത്തിയോസ്. 2014 എത്തിയോസ് പെട്രോൾ. ജി ആണ്. റീയും കൂടിയാണ്. ജിയോ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 88 ആണ് അതിൽ കാണിക്കണത്. റീപ്ലേസ്മെന്റ് ഇല്ല. വില ചോദിക്കുന്നുണ്ട്. ഫ്ലാറ്റിന്റെ മോഡലാക്കിയാട്ടോ, പുതിയ മോഡൽ ചെയ്താണ്. 2014 മോഡൽ. പ്രൈസ് എങ്ങനെ വരുന്നത്? 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. എത്ര ഫുൾ ലോൺ? ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് വോൾസ്വാഗന്റെ ആമിയോ. ഇതേതാ മോഡൽ? 2017 മോഡൽ. 2017 മോഡൽ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. കിലോമീറ്ററോ? 1.8. റീപ്ലേസ് എന്തെങ്കിലും റീപ്ലേസ് ഇല്ല. ശരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കത് 4.60 കൊടുക്കാം. 4.60 കൊടുക്കാം. എത്ര ലോൺ വരും? ഫുൾ ലോൺ ഡീസലാണ് വരുന്നത്. സിംഗിൾ ഓണറാണ്. റീപ്ലേസ് ഇല്ല. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 2020 അമേസ്. ഹോണ്ട അമേസ് 2020. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. സെക്കൻഡ് മാറാൻ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് എസ് ആണ് വരുന്നത്. 2020 കണ്ട ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ എത്ര? 35,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. എന്താ ഉള്ളത്? ഇത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മാറിയിട്ടുണ്ട്? പെട്രോൾ ആണ് വരുന്നത്. 35,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ. ഇപ്പൊ 2ക്ക് മാറാൻ കൊടുത്തു. 2ലേക്ക് മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്കൊരു 6 രൂപ കൊടുക്കാം. 2020 വണ്ടി കേട്ടോ. 2020 വണ്ടി 6ന്റെ ചോള കൊടുക്കാം. എത്ര ലോൺ കയറും? ഏകദേശം ഫുൾ ലോൺ ചെയ്തു. 6 വരെ ലോൺ കയറും. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നെക്സ്റ്റ് കാണിക്കാനുള്ള 2015 എത്തിയോസ്. 2015 എത്തിയോസ് റീവണ്ടിയാണ്. ആണ് വരുന്നത്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷന് GD ആണ്. എയർ ബാഗ് ലെവലൊക്കെ വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് മൂന്നാമത്തെ ആളാണ്. കിലോമീറ്റർ 1.25 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊക്കെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 4.10 കൊടുക്കും. 4.10 മാക്സിമം ലോൺ ചെയ്ത് 3.5 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ആൽഫ
ബലാനോ ആൽഫ ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ 16 റേസർ 16 സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ 1.6 ഓടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കത് 5,00,000 രൂപ കൊടുക്കും. 5 ലക്ഷം രൂപ കൊടുക്കും. എത്ര ലോൺ വരും? 5 രൂപ മേലായിട്ട് ലോൺ കയറും. ഓക്കെ. ആൽഫ ഡീസൽ അല്ലേ വരുന്നത്? ഫുൾ ലോഡ് ഡീസൽ ആണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് സെലേരിയോ 2015 ZXi ആണ്. 2015 സെലേരിയോ ZXi ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 3.15 കൊടുക്കാം. 2015 വണ്ടി കേട്ടോ. 3.15 എത്ര ലോൺ കയറും? 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. എന്തായാലും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് വോൾസ്വാഗന്റെ പോളോ അൾട്ടോ. ഇത് കൊടുക്കാറുള്ളതല്ല, ഇത് കൊടുത്ത് ബുക്കിംഗ് ആയല്ലേ? അതങ്ങനാണ് പണ്ടേ. ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാനുള്ളത് ആൾട്ടോ 2018 മോഡൽ 19 റേസർ 18 ഓപ്ഷൻ ഏതാ വരുന്നത്? LXi ആണ്. ഓണർഷിപ്പോ? രണ്ടാമത്തെ ഓണർ 58,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ടല്ലോ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 2.60 കൊടുക്കാം. എത്ര ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. കുറച്ച് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ആൾട്ടോ 800 ആണ് വരുന്നത്. ഇതാണ് ഡീറ്റെയിൽസ്. 2019 മോഡൽ 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്ററോ? 80 മേലെ ഓടി. 80 മോഡൽ ഓടിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? LXi ആണ് വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 3.10 ആണ്. കുറച്ച് കൊടുക്കാം. 3.10 ആണ് നിങ്ങളെ ചോദ്യം. അതിൽ നിന്ന് കുറച്ച് കൊടുക്കുക. എത്ര ലോൺ വരും? അതൊരു 3 രൂപ അടുത്ത് 2.25 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2012 VXi ST-ലോ. 2012 VXi ST-ലോ ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ 70 കമ്പനി സർവീസ്. ശരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 2.25. എത്ര ലോൺ കയറും? ലോണർ 1.25 രൂപ. 1.25 ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണ്? ഡീസൽ ഉണ്ടോ? ഡീസൽ സ്വിഫ്റ്റ് ഇപ്പോൾ ലൈവിലില്ല. ഓ, സ്വിഫ്റ്റ് ഡീസൽ നല്ല എൻക്വയറി ആണ്. ഡീസൽ ആണെങ്കിൽ പറയും പെട്രോൾ ആണ്. ഓക്കെ. ഇനി എങ്ങനെ ഡീറ്റെയിൽസ്? ഇതേ 2015 VXi ആണ്. 2015 VXi 80,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 80,000 കിലോമീറ്റർ. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 4 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 4 രൂപയ്ക്ക് നെറ്റ്. 3.25 ലോൺ. 3.25 ലോൺ. ഒരു 25,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഞാനിപ്പോ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു വാഗ്നർ ആണ് വരുന്നത്. 2013 VXi ആണ്. 2013 VXi. ഓണർഷിപ്പ് ഏതാ വരുന്നത്? സെക്കൻഡ് ഓണർ 55 ചില്ലറ ഓടിയിട്ടുള്ളത്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചെറിയ റീപെയിന്റ് ഉണ്ട്. റീപെയിന്റിംഗ് ഉണ്ടല്ലേ? വേറെ ഉള്ളിലേക്കുള്ള ഒന്നുമില്ല. ഓക്കെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കത് 2.85 നെറ്റ് കൊടുക്കാം. 2.85 2013 കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ലോൺ വരും? 2.5 രൂപ മേലെ. ഒരു 35,000 രൂപ വണ്ടി കൊണ്ട് നടക്കാം. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് 15 VXi Stingray. ഓക്കെ. 2015 VXi ആണ് വരുന്നത്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. കിലോമീറ്ററോ? 83 ഓടി. 83 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? 3.45 ആണ് വരുന്നത്. 2015 മോഡല്. എത്ര ലോൺ വരും? 3 രൂപ ലോൺ ചെയ്തു. ഒരു 40,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് കാണിക്കാനുള്ളത് അൾട്ടോണർ ഉണ്ട്. 2019 2014 അങ്ങനെ എത്ര പേര്? 14 നമുക്ക് 1.90 കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 14 അല്ല, ഓണർഷിപ്പ് ഏതാണ്? സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 90 ഓടിയിട്ടുണ്ട്. എത്ര പറഞ്ഞ്? 1.90 കൊടുക്കാം. എത്ര ലോൺ കയറും? 1.25 ലോൺ കയറും. ഓക്കെ. ഇതോ? ഇത് 19 VXi. 2019 VXi. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഫസ്റ്റ് ഓണറാണ്. 40,000 ഓടിയിട്ടുള്ളൂ. കിലോമീറ്ററോ? 40,000 കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 3.15 നെറ്റ് കൊടുക്കാം. 3.15 നെറ്റ് കൊടുക്കാം. എത്ര ലോൺ കയറും? 3 രൂപ അടുത്ത്. ഓക്കെ. ഒരു 15,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇപ്പൊ ബാക്കിലേക്ക് പോവാണെങ്കിൽ ഒരു കിഡ് വരുന്നുണ്ട്. ഇത് 2016 മോഡൽ. 2016 മോഡൽ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ്. എയർ ബാഗ് ഇല്ല വണ്ടി. RXT ഓപ്ഷണൽ ആണ്. ഓപ്ഷനാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 90 ഓടി. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2.45. എത്ര ലോൺ? 2.20 വരെ ലോൺ. 2.20 ലോൺ. ഓക്കെ. 2012 ആണ്. അതൊരു 45 രൂപ കൊടുക്കാം. 2012 AC വർക്കിംഗ് ആണ്. വർക്കിംഗ് ഇല്ല വണ്ടി. 45,000 രൂപ കൊടുക്കാം. 2013 i20. 2013 i20 മാഗ്നയാണ് കേട്ടോ. ഡീസൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? രണ്ടാമത്തെ ഓണർ 1.10 ഓടി. 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ശരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്?
ഇത് നമുക്ക് 310. 310. എത്ര ലോൺ വരും? ലോൺ ഒരു 2.25. 2.25 ലോൺ. ഓക്കെ. ഇനി ഒരു ഇയോൺ വരുന്നുണ്ട്. ഇയോൺ 2015 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് പ്ലസ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെയ്തിട്ടില്ല, വേറൊന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 1.85 നെറ്റ് കൊടുക്കാം. 1.85 നെറ്റ് ആക്കി കൊടുക്കാം അല്ലേ? ഓക്കെ. എത്ര? 15 കിട്ടി. 2015 കിട്ടി. ഏതാണ് ഓപ്ഷൻ വരുന്നത്? RXT ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2.50 കൊടുക്കാം. 2.50 കൊടുക്കാം അല്ലേ? എത്ര ലോൺ കയറും? 220, 225 ഒക്കെ എന്തായാലും കയറും. ഓക്കെ. ഇനി ഒരു ആൾട്ടോ 800 വരുന്നത്. 2017 മോഡൽ. 2017 മോഡൽ. ഓപ്ഷൻ ഏതാ വരുന്നത്? LXI ആണ്. LXI ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90 മേലെ ഓടി. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 2.55 നെറ്റ് കൊടുക്കാം. 2.55 നെറ്റ് 2017 മോഡൽ 2.55 നെറ്റ് ആക്കി കൊടുക്കുക. എത്ര ലോൺ കയറും? ₹200 മാക്സിമം ലോൺ തന്നെ കയറും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 2009 ഡിസയർ. ഓണർഷിപ്പ് ഡീസലാണ്. BDI 190 ഓടിയുണ്ട്. 190 ഓടിയുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഏതാ ഓണർഷിപ്പ് പറഞ്ഞത്? ഇത് 4ാമത്തെ ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെ വരുന്നത്? 1.80. 2009 ഡിസയർ VDI ആണ് വരുന്നത്. 1.80 ആണ് ചോദിക്കുന്നത്. എത്ര ലോൺ കയറും? അത് ശ്രീരാമൊക്കെ കയറുള്ളൂ. ₹1 1.25 കയറും. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നതോ? സ്പാർക്ക് 2010 പെട്ടി പീസ്. 2010 സ്പാർക്ക്. LS ആണ്. AC പവർ സ്റ്റാരിംഗ് ഉണ്ടാവും. 2 ഡോർ വിൻഡോ. സെൻട്രൽ ലോക്ക് ഡിമോട്ട് ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 65,000 ഓടി. 65,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ₹85 നെറ്റ് കൊടുക്കാം. ₹85 നെറ്റ് ആക്കി കൊടുക്കാം. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ബുക്കിംഗ് ആയതാണ്. വർണ്ണ ഓട്ടോമാറ്റിക്. റിഡ്സോ? റിഡ്സ് 2013 സിംഗിൾ ഓണർ ആണ്. VDI ആണ്. 1.30 ഓടി. 1.30 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.30 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് ₹3 നെറ്റ് കൊടുക്കാം. ₹3 നെറ്റ് ആക്കി കൊടുക്കാം. എത്ര ലോൺ കയറും? 2.80 ലോൺ. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് കാണിക്കാനുള്ള 2010 ആണത്. ZXI പെട്രോൾ. ഓക്കെ. 2010 അല്ലേ? ZXI ആണ്. പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് വരുന്നത് 3ാമത്തെ ഓണർ. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,00,000 അടുത്ത് ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.30 കൊടുക്കാം. 2.30 കൊടുക്കാം അല്ലേ? ഓക്കെ. ലോൺ എത്ര ലോൺ കയറും? ശ്രീരാം 1.5 ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വരുന്നതോ? 2013 റിഡ്സ് VDI ആണ്. ഡീസലാണ് വരുന്നത്. 2013. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1.18 ഓടിയുണ്ട്. 1.18 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 3.20. എത്ര ലോൺ കയറും? 2.25 ലോൺ എന്തായാലും കയറും. അതും അതേമാതിരി 14 390 കൊടുക്കാം. 390 കൊടുക്കാം. ഇത് കൊടുത്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തതാണ്. പൈസ വന്നതാണ്, പക്ഷെ വണ്ടി പോയില്ല എന്നുള്ളൂ. ഇത് 14 സ്റ്റിംഗറെ. 2014 സ്റ്റിംഗറെ. ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഡീറ്റെയിൽ 90,000 ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഓണർഷിപ്പ് 4 4ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് ₹3 കുറച്ച് കൊടുക്കാം. ₹3 അതിന് കുറച്ച് കൊടുക്കാം. 2014 മോഡൽ. 2.85 നെറ്റ് 2.85 നെറ്റ് കൊടുക്കാം. എത്ര ലോൺ വരും? ₹2.5 ലോൺ. ഓക്കെ. അപ്പൊ എന്തായാലും ഹസൻക, നമ്മളിത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? സ്പോട്ട് അല്ല, ഞാൻ പറഞ്ഞല്ല. സ്പോട്ട് ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാം. കൊണ്ടോട്ടിന്ന് വരുന്ന ആൾക്ക് നേരെ യൂണിവേഴ്സിറ്റി റോഡ്. രാമനാട്ടിൽ വരുന്നവര് തൃശ്ശൂർ റോഡ്. ചേളാരിന്ന് വരുന്നവര് രാമനാട്ട യൂണിവേഴ്സിറ്റി റോഡ്. പല ഭാഗത്തുനിന്ന് വരുന്നവര് പല വയ്യാണ്. നമ്മള് സെന്ററിൽ നിൽക്കണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി അല്ലാമീൻ യൂസ്ഡ് കാർ ഷോറൂമിൽ നോക്കിയാൽ മതി. എന്തായാലും ഇവിടെ വരാൻ ഒരുപാട് കാറുകളുണ്ട്. 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാരാണെങ്കിൽ നേരെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോയിക്കോളി. അതിലും ഒരുപാട് വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. മാക്സിമം ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹസൻഖാന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ ഒരായിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അഥവാ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്നുള്ള പരാതി മാത്രം പറയരുത്. ഒരുപാട് കോള് വരുന്നതാണ് അല്ലേ? ഒരുപാട് ഞാൻ മെസ്സേജ് കൂടി കമന്റ് കൂടി കേൾക്കലുണ്ട്. അതിനെക്കൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹസൻഖാ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.